ഗുഡ് മോർണിംഗ്. ആഫ്റ്റർനൂൺ ആകാറായി. ഇന്നൊരു മഴക്കോളുള്ള ദിവസമാണ്. കുറേ നാൾ ചൂട് 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 ചൂടെന്ന് പാട്ട് പാടിയപ്പോഴത്തേക്ക് ദൈവം വിചാരിച്ചു എന്നാൽ ഇവർക്ക് നമുക്ക് കുറച്ച് മഴ കൊടുക്കാം. അങ്ങനെ ഇന്നലെയും ചാറി, മിനിഞ്ഞാന്നും ചാറി, ഇന്നും മഴ ചാറാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നു. ഇന്ന് ഇച്ചിരി ബ്രൈറ്റ് ഡേ ആയാൽ മതിയായിരുന്നു. ഞങ്ങൾക്കൊരു ഫംഗ്ഷനുണ്ട്, ഓസിയുടെ ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഇന്നൊരു ബ്രൈറ്റ് ഡേ ആയാൽ മതിയായിരുന്നു. മഴയൊക്കെ ആണെങ്കിൽ പട്ടുസാരി കൊടുത്ത് കാറിലൊക്കെ പോയി ഇറങ്ങുമ്പോൾ ആകെ ഒരു കുളമോ ട്രിവാൻഡ്രമില്ല. ഇന്ന് രാവിലെ ഇവിടെ പുട്ടും കടലയായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് നമ്മുടെ അർജുൻ രാവിലെ പാളയം മാർക്കറ്റിൽ പോയിട്ട് മട്ടൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 കിലോ മട്ടൻ കൊണ്ടുവന്നു. ഇന്നിവിടെ ലാവിഷായിട്ട് ലഞ്ചാക്കാൻ ഒരു ഉദ്ദേശമില്ല, കാരണം വൈകുന്നേരം ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോയി ഊണ് കഴിക്കാമെന്നാണ്. പക്ഷേ അപ്പോഴാണ് അവിടെ വിളിച്ചു വെച്ച് പറഞ്ഞത് സൺഡേ അവിടെ മീൽസ് ഇല്ല, ബിരിയാണിയാണുള്ളത്. പിന്നെ അല്ലാതെ ഇപ്പോൾ ചോറോ ഒരു കറിയോ 2 കറിയോ അങ്ങനെ കിട്ടും, അല്ലാതെ നമ്മൾ സ്ഥിരം കിട്ടണം മറ്റേ ഫിഷ് കറി മീൽസ് ഇല്ല. അപ്പോൾ മട്ടൻ കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ചു മട്ടൻ ഫ്രഷ് അല്ലേ, ഞങ്ങളുടെ മര്യാദയ്ക്ക് വർക്കാവാത്ത ഫ്രീസറിൽ വെച്ച് അതിനെ കുളം ആക്കണ്ട. ഞങ്ങളുടെ ഫ്രിഡ്ജ് ഞങ്ങൾ പോയി നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചൺ റെഡിയായിട്ട് വേണം പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ. ഞങ്ങൾ പഴയ ഫ്രിഡ്ജുമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പിള്ളേർ ഐസ്ക്രീം വാങ്ങിച്ചാൽ പോലും വെക്കാൻ വയ്യ, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ മനഃപൂർവ്വം ഞങ്ങൾ വേറെ ഒന്നും വാങ്ങാത്ത, കാരണം നമുക്ക് ആ സൈസിന് ഞങ്ങളുടെ കിച്ചണിൽ ആ ഒരു പെർട്ടിക്കുലർ സൈസിലുള്ള ഫ്രിഡ്ജ് വെക്കാൻ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഈ കിച്ചൺ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 ഹ്യൂജ് ഫാമിലി വിത്ത് സച്ച് തിങ്സ് ആയിട്ട് നമുക്ക് എന്തായാലും വലിയ ഫ്രിഡ്ജ് വേണം. അപ്പോൾ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ റെനോവേഷനെ കുറിച്ചൊരു ചിന്ത വന്നതോടുകൂടി ഈ ഫ്രിഡ്ജ് പലപ്പോഴും നന്നാക്കിയെങ്കിലും അതിൻ്റെ ഫ്രീസർ വാസ് നോട്ട് പെർഫോമിങ് വെൽ അറ്റ് ഓൾ. ഒരു തട്ടിക്കൂട്ടുകായിരുന്നു. ചില ഓക്കെയാണ്, അല്ലാതെ ഐസ്ക്രീമൊക്കെ വെച്ചാൽ നല്ല കട്ടിയാവത്തില്ല. ഈവൻ ഐസ്ക്രീം മുകളിലൊരു ഫ്രിഡ്ജുണ്ട്, അതിലാണ് എമർജൻസിക്കൊക്കെ എല്ലാം വെക്കണം. പക്ഷേ അതിലൊക്കെ മീനും ഇറച്ചിയൊന്നും കൊണ്ട് വെക്കാൻ പറ്റില്ല, ബെഡ്റൂമിൽ ഇരിക്കുന്ന ഫ്രിഡ്ജായതുകൊണ്ട്. അങ്ങനെ അപ്പോൾ മട്ടൻ കിട്ടിയോണ്ട് വിചാരിച്ച് ഇന്നൊരു മട്ടൻ കറി വയ്ക്കാം. എനിക്ക് മട്ടൻ കറി വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നല്ല തിരക്കായതുകൊണ്ട് അപ്പച്ചിയോട് വെക്കാൻ പറഞ്ഞു. അപ്പൂപ്പൻ്റെയൊക്കെ ഡാഡിയുടെയൊക്കെ ഒരു റെസിപ്പി പറഞ്ഞിട്ട് അത് വെച്ചിട്ട് പറഞ്ഞു. അപ്പൂപ്പൻ പിള്ളേർക്ക് വേണ്ടി അമ്മൂനോടും പിള്ളേരോട് സംസാരിക്കുമ്പോൾ അപ്പൂപ്പൻ ഇത് കൊടു എന്ന് പറഞ്ഞു ഞാനും അങ്ങനെ പറഞ്ഞു തുടങ്ങി. ഡാഡി സിമിയൊക്കെ എൻ്റെ സിസ്റ്ററും ഫാമിലിയും വന്നിട്ടുണ്ട് ഈ ഓസിയുടെ പ്രോഗ്രാമിന്. എന്നിട്ട് അവർ പോകുമ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഡാഡിയും കൂടെ അവരുടെ കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ചെന്നൈ പോവും. ചെന്നൈയിൽ ഡാഡിയുടെ കുറച്ച് പ്രോപ്പർട്ടി എന്തോ ഉള്ള ഡാഡിക്ക് എന്തോ വിൽക്കാനൊക്കെ ആയിട്ട് അതിന് പോകുന്നു. സോ ടുഡേ ഈസ് ഗോയിങ് ടു ബി എ റിയലി ബിസി ഡേ. മഴക്കോളുണ്ടെങ്കിലും ചെറിയ ഡ്രിസിൽ ചെയ്തെങ്കിലും ഇറ്റ് ഈസ് വെരി ഹോട്ട്, നല്ല ചൂട് കേട്ടോ. അതാ ഭൂമിയിൽ നിന്നുള്ള ആ ഒരു ആവി അല്ലെങ്കിൽ ഒരു പെരും മഴ പെയ്യണം. ഒരു 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തെങ്കിൽ ഒന്ന് ഭൂമിയൊക്കെ തണുത്തണം. ഇതിങ്ങനെ തുള്ളി വീഴുന്നതുകൊണ്ട് ഭൂമി തണുക്കുന്നില്ല. ഹീറ്റ് ഇസ് കമ്മിങ് അപ്പ്. ഞങ്ങളുടെ ചെടികളൊക്കെ അത്യാവശ്യം നല്ല മോശമായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗാർഡൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് ഗാർഡനേഴ്സിനെ വിളിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യും. പിന്നെ ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യാവുണ്ടേ, ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യുമ്പോഴും ഈ ചെടികളൊക്കെ നാശമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് കെയർ കൊടുക്കാതെ എന്തോ ആവട്ടെ എന്ന് വെച്ചിട്ട് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചേക്കുക. ഇവിടെ ഇടാൻ ഞാൻ വളമെല്ലാം കുറച്ച് കളമ്പ് വാങ്ങി, അതൊക്കെ അവിടെ താഴെ ഇരിക്കുക. അപ്പോൾ അതൊക്കെ ഇടണം, ശരിയാക്കണം, അത്രയൊക്കെ തന്നെ. ഇന്ന് എനിക്ക് ആരും ഒരു പോപ്പപ്പ് പോലെ ഇങ്ങനെ അയച്ചു തന്നു, കേരളത്തിലെ യൂട്യൂബേഴ്സിനെ കുറിച്ച്. അപ്പോൾ അതിൽ എൻ്റെ പേരുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എന്നെയൊക്കെ എല്ലാവരും അത്ര സീരിയസ് ആയിട്ട് എടുത്തോ? എനിക്കറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. 5 lakh സംതിങ് സബ്സ്ക്രൈബേഴ്സും ഉള്ളൂ. സബ്സ്ക്രൈബേഴ്സൊക്കെ ധാരാളം കിട്ടണമെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ധാരാളം ഇടണം എന്നാണ് പറഞ്ഞു കേട്ടുള്ളൂ. പക്ഷേ എനിക്കാണെങ്കിൽ ഷോർട്സ് ഒന്നും അത്ര നന്നായിട്ട് എഡിറ്റ് ചെയ്തിടാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ എല്ലാ ട്രിപ്പും പോകുമ്പോൾ കുറേ വീഡിയോസ് എടുത്ത് വെക്കും കേട്ടോ, സ്ട്രെയിറ്റ് വീഡിയോസ്, യൂട്യൂബ് അല്ലാത്ത സ്ട്രെയിറ്റ് വീഡിയോസ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഷോർട്സ് പോലെ ആക്കണം എന്ന്. പക്ഷേ ഐ എം വെരി വെരി ബാഡ് ഇൻ ഇറ്റ്. എനിക്കെന്തോ പറ്റുന്നേ ഇല്ല. ഹൻസു നല്ല രസമായിട്ടാണ് ചെയ്യണത്. ഞാൻ ഹൻസിനോട് പറയും, ഹൻസു എനിക്കൊന്നും ചെയ്തു. പക്ഷേ ഹൻസുവിന് എപ്പോഴും അവളുടെ ഒത്തിരി വർക്ക് ഉള്ളത് കൊണ്ടും ഭയങ്കര സ്ട്രെസ്സിൽ, കോളേജിലെ പരിപാടിയും ഉണ്ട് അവൾക്ക്, പഠിത്തവും ആ വർക്കും ഒരു സൈഡിൽ കാണും. അവൾക്ക് ഒരുപാട് കൊളാബറേഷൻസ് വരുമ്പോൾ അതിൻ്റെ എല്ലാം എഡിറ്റിങ്ങും അതും ഇതും പല ബ്രാൻഡ്സും അത്യാവശ്യം നല്ല തലവേദന കൊടുക്കും കേട്ടോ. ഒരിക്കൽ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയല്ല, അത് മാറ്റണം, ഇത് മാറ്റണം, മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൻസു ആണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സിൻ്റെ ആളുമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട് അത്ര ഇതായിട്ട് കൊച്ചുകുട്ടി പോലെ ആയതുകൊണ്ട് സംസാരിക്കാനുള്ളൊരു ടെൻഷനുണ്ട്. എല്ലാം വലിയ പ്രശ്നമൊക്കെ ആകുമ്പോൾ ഞാൻ പോയി സംസാരിക്കും. അതൊരാഴ്ചയല്ല, ഹൻസു ഡീൽ ചെയ്തോ എന്ന് ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് എപ്പോഴും അവളുടെ ഒത്തിരി വർക്ക്സ് കാണും. അതുകൊണ്ട് ഞാൻ പറയും, ഹൻസു എടാ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ എടുത്ത കുറച്ച് ക്ലിപ്സ് ഉണ്ട്, എനിക്ക് ഒന്ന് നല്ലൊരു റീലാക്കി തരുമോ എന്നൊക്കെ ഇടയ്ക്ക് തമാശയ്ക്ക് ചോദിക്കും. അതൊക്കെ കിടക്കും. അപ്പോൾ അതാക്കി കുറച്ച് ഷോർട്സ് പോലെയൊക്കെ ആക്കിയിട്ടാൽ കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും തോന്നുന്നു യൂട്യൂബിൽ.
ഹായ് ബേബി. ഇഷാനി വളരെ രാവിലെ 12 മണിയൊക്കെ ആയപ്പോൾ ഉറക്കം എണീറ്റതാണ് വരുന്നത്. അതെന്ത് പറ്റി? ഓഹോ, ഇഷാനി രാത്രി വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് 4 മണിക്കാണ് ഉറങ്ങിയെന്ന്. അങ്ങനെ ഓസിയൊക്കെ ഇപ്പോൾ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പുട്ടും കടലയും. എനിക്ക് തോന്നുന്നു തമിഴർക്ക് പുട്ടും കടലയും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ അശ്വിൻ നോക്കിയിട്ട് പറയാം, അയ്യേ പുട്ടും കടലയും എന്നൊക്കെ. നമ്മൾ ഇത് മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നു. അപ്പോൾ നമ്മൾ കടലക്കറികളുടെ ഈ കടലക്കറി ഉണ്ട് ഈ കളറ്, സാധാരണ ബ്രൗൺ വേറെ കളർ റെഡ് കളറിലെ ഇല്ല, ഞങ്ങളുടെ കടലക്കറി ബ്രൗൺ കളറാണെന്ന്. എന്നാലും പുട്ടും കടലയൊക്കെ കഴിച്ച് അവരെന്തോ ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി എന്തോ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയി. മട്ടൻ കറി ലുക്സ് നൈസ്, ഫ്രഷ് മട്ടനാണ്. അർജുന് പരിചയമുള്ള ഒരാൾ ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം നല്ല മട്ടനാണ്, അതുകൊണ്ടാണ് ഇന്നത് കറി വെച്ചത്. ഇവർക്ക് മട്ടൻ റോബൻ ജോഷും ബിണ്ടി മസാലയൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ബിണ്ടി മസാലയൊന്നും ആക്കുന്നില്ല, ബിക്കോസ് കുളമാവും. അവർക്ക് വെണ്ടയ്ക്ക വെറുതെ മെഴുക്കുവരട്ടി പോലെ ആക്കുന്നതേ ഉള്ളൂ. പിന്നെ വേറെ ചക്കച്ചോള ഇന്നലെ കിട്ടി, പച്ച ചക്ക, അത് മുരിങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു അവിയൽ വെക്കുന്നുണ്ട്. ബിക്കോസ് ഐ തിങ്ക് സിമി വുഡ് ലൈക്ക് ടു ഈറ്റ് ഇറ്റ്. ബാംഗ്ലൂരിൽ ചക്കയും മുരിങ്ങയൊക്കെയും ചക്കക്കുരു കോമ്പിനേഷനൊന്നും കിട്ടുന്നുണ്ടാവില്ല, അത് നാക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഞാൻ സിൽക്കി വേന്ന് വാങ്ങിച്ച ഒരു 3 കളറുള്ളൊരു കാഞ്ചീപുരം സാരിയുണ്ട്. കസവൊന്നും ഇല്ലാത്തതാണ്. ഒരു ഹാഫ് ബ്ലാക്ക് ഹാഫ് ഒരു ഗോൾഡൻ ആൻഡ് പല്ലു റെഡാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇടാത്ത കാരണം അതിൻ്റെ ബ്ലൗസ്, ഞാൻ ആ സാരി വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സായി. ചെന്നൈയിലുള്ള എൻ്റെ സ്കൂൾമേറ്റ് ഒരു ബോയുടെ മോളുടെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇടണം എന്ന് വിചാരിച്ചാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ആ ഫംഗ്ഷൻ വന്ന ആ സമയത്ത് എനിക്കിവിടെ അമ്മൂൻ്റെ കൂടെയോ എന്തോ ഷൂട്ടിന് പോകേണ്ടി വന്നിട്ട് ആ ട്രിപ്പ് എനിക്ക് പോകാൻ പറ്റാത്തതോടുകൂടി ആ സാരി അങ്ങനെ ഉടുക്കാതെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് വന്ന് പല പരിപാടിക്കും വേറെ കളർ തീം അത് ഇതൊക്കെ നോക്കി വേറെ ഏതൊക്കെ ഇട്ട്, പിന്നെ ഏതോ ഒരിക്കൽ ഞാനത് ഇടാലോ എന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് അതിൻ്റെ ബ്ലൗസ് ഇട്ടപ്പോൾ കയറുന്നില്ല. എൻ്റെ അമ്മയെ എങ്ങോട്ടും കയ്യും കയറുന്നില്ല, ബോഡിയും കയറുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ പോയൊരു 2 ഇയേഴ്സിനുള്ളിൽ ഒരു 7-8 കിലോ ഞാൻ വെയിറ്റ് കൂടി. ആ വെയിറ്റ് കൂടിയത് മാക്സിമം ഈ ഒരു സർക്കംഫറൻസിലാണ് വന്നേക്കുന്നത്. അതോടെ ബ്ലൗസ് അപ്പോൾ അയ്യോ എൻ്റെ ബ്ലൗസ് ടൈറ്റായി പോയല്ലോ എന്ന് വെച്ചിട്ട് ആ സാരി ഇടാതെ ഈ അടുത്ത് ഞാൻ ആ ബ്ലൗസും കൊണ്ടേ വലുതാക്കി വാശിക്ക് അതിന് ചേരുന്ന പുതിയൊരു ബ്ലൗസ് വെച്ചു. അങ്ങനെ വിട്ടാൽ കൊള്ളൂല്ലല്ലോ. അങ്ങനെ ഞാനിന്ന് ആ സാരിയാണ് ഇടാൻ. അതുകൊണ്ട് ആ സാരി ഇട്ടാൽ എന്നെ കാണാൻ എങ്ങനെ ഇരിക്കുന്നതൊക്കെ ഐ ഡോണ്ട് നോ. ഫസ്റ്റ് അത് ഇറ്റ്സ് പകുതി ഒരു കളർ. അത് പൊക്കമുള്ളവർക്കാണ് അങ്ങനത്തെ സാരി ചേരുന്നത്. എന്നാലും ഞാനത് ഇടാൻ പോകണം. എനിക്കൊരു മൂക്കുത്തി മാറ്റണം. സാരി ഇടുമ്പോൾ എൻ്റെ മൂക്കുത്തി ആരൊക്കെ എൻ്റെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ ആൻറ്റിക്ക് മറ്റേ മൂക്കുത്തിയാണ് ചെയ്യണം. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഈ മൂക്കുത്തിയാണ് കേട്ടോ. ഈ റിംഗ് മൂക്കുത്തി ഇവിടെ ഫാഷനായി തുടങ്ങണ ആ സീസണിലാണ് ഞാനിത് വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മൂക്കുത്തി കണ്ടിട്ട് എത്ര പേരാണ് ഇങ്ങനത്തെ മൂക്കുത്തി. എൻ്റെ പിള്ളേരൊക്കെ എൻ്റെ ഈ മൂക്കുത്തിയുടെ ഫാനായിരുന്നു. എന്നിട്ടാണ് ഇവരൊക്കെ ഇങ്ങനത്തെ മൂക്കുത്തി ഒപ്പിച്ചത്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, എൻ്റെ അനിയത്തി, എല്ലാവരും എൻ്റെ മൂക്കുത്തി. ഭീമ അവരുടെ പുതിയ ഷോറൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്, MG റോഡിലെ ഷോറൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് മെനി ഇയേഴ്സ് ബാക്ക്. അന്ന് അതിൻ്റെ ഇനോഗ്രേഷൻ ഡേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ കടയിൽ പോയപ്പോൾ വെറുതെ വന്നതല്ലേ എന്തെങ്കിലും ഒന്ന് വാങ്ങാലോ എന്ന് വെച്ചിട്ടൊന്ന് 4000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചൊരു മൂക്കുത്തിയാണ്. വെരി വെരി ലോങ് ബാക്ക് കേട്ടോ, ഒരുപാട് കാലമായി അന്ന് വാങ്ങിച്ചൊരു മൂക്കുത്തിയാണ്. ഇത് റെഡിമെയ്ഡായിട്ട് എൻ്റെ ഈ മൂക്കിൻ്റെ അതേ അളവിന് എനിക്ക് ഭാഗ്യത്തിന് കിട്ടിയത്. യൂഷ്വലി എല്ലാവർക്കും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങാൻ പോയാൽ നമ്മുടെ മൂക്കിൻ്റെ സൈസ് കിട്ടണം എന്നില്ല. പലരും ഓർഡർ കൊടുത്ത് അവരുടെ മെഷർമെൻ്റ് എടുത്ത്, ഇഷാനിയൊക്കെ അങ്ങനെയാണ് ചെയ്തത്. മെഷർമെൻ്റ് എടുത്തിട്ടാണ് മൂക്കുത്തി ചെയ്യാറ്. അമ്മു അങ്ങനെയാണ് ചെയ്തത്. ഇനി മൂക്കുത്തിയൊക്കെ മാറ്റണം. എൻ്റെ ഹൻസിക്കുട്ടി ഉറങ്ങുവാണ്, അവളെ ഒന്ന് എണീപ്പിക്കണം. നമ്മുടെ ഈ ഊഞ്ഞാലൊക്കെ നമുക്കിനി വർക്ക് ചെയ്യാമെന്ന് ഫുള്ള് പൊട്ടിയിരിക്കും. ഇനി അത് ഈ ഒരു പണിയോട് തന്നെ ചേർത്ത് നമ്മൾ ആ ഊഞ്ഞാലൊന്ന് പെയിൻ്റ് അടിച്ച് ആ ഊഞ്ഞാലിൽ മറ്റേ ആ ചൂരൽ പോലത്തെ സാധനം കൊണ്ടുപോയി പുതിയതായിട്ട് ഇടണം. ഈ ഊഞ്ഞാൽ നാശമായിട്ട് 4-5 വർഷമായിട്ടോ. പിന്നെ നമ്മൾ ശരിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചു. അപ്പോൾ ലഞ്ചൊക്കെ ആകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ അവരെല്ലാം വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഞാൻ രാവിലെ ഇൻസ്റ്റാമാർട്ടിൽ കുറച്ച് റോസാപ്പൂക്കെ ഓർഡർ ചെയ്തു. ഓക്കെ, എൻ്റെ ഇഷാനിക്കുട്ടി പപ്പായ കഴിക്കുന്നു. ബാക്കി വന്നതിന് അവിടെ ഇട്ട് വെച്ചു. എനിക്ക് ഫുൾ നീളമുള്ള പോലെ വേണമായിരുന്നു, പക്ഷേ ഇല്ലായിരുന്നു. ഇത് കൊള്ളാം. എനിക്ക് ആ ആയുർവേദ സെൻറ്ററിൽ കിട്ടിയ ഓർക്കിഡാണ് വെരി നൈസ്. ചലോ
അയ്യേ See, I don't like it. Oh, you like it? Rishan, ishtana. I covered this generation. You covered this generation. മായൻ ഇഷ്ടല്ലേ? Yeah, I like it. You like? നീ ഇന്നെന്നാ ചെയ്യ്? ഇവന്റെ സീക്രട്ട് സാധനമാണ്. Mutton curry. സെർവിങ് പാത്രങ്ങൾ ഒന്നും ഇല്ല, കാരണം എല്ലാം നമ്മൾ ബോക്സസിലാക്കി വെച്ചേക്കുക. തൽക്കാലം നമ്മളിങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ മിക്കവാറും ഹാൻഡ് ബാഗ് എടുക്കും, ഇവരെല്ലാം കൊടുത്തേക്കാലോ. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റില്ലേ അമ്മ? ഒരു സൈഡിൽ കാണാം. അത് മതി. ഹാന, ഡു യു ഹാവ് എനി എക്സ്ട്രാ ക്ലച്ച് ഗേൾ? യു പിന്നല്ലേ വേണ്ടത്? ഓക്കെ ഓക്കെ. അമ്മ ക്ലച്ച് കൊടുത്ത ഞാൻ ബാഗ് എടുക്കാം. ഓക്കെ മാം. ഇഷാൻ നേരത്തെ പോയി, അവളോട് ഹെയർ സ്റ്റൈൽ. അപ്പൊ ഞാനിങ്ങനെ ക്ലിപ്പ് നോക്കിയിട്ട് ജസ്റ്റ് അമലേനെ നമ്മുടെ ആൾക്കാരൊക്കെ കണ്ടു. ഇതിനു വേണ്ടി മാത്രം ഒമാനിന്ന് വന്നതാണ്. ആണോ? ഞാൻ മെനിഞ്ഞാന്ന് ലാൻഡ് ചെയ്തു. ഇനി മറ്റന്നാ തിരിച്ചു. ഓ, അവിടെ ഇപ്പൊ എന്ത് പറ്റി? ഞാനിപ്പം വെക്കേഷൻ ടൈം കല്യാണം സീസൺ അല്ലേ? ബ്രേക്ക് എടുത്ത് ഒരു മാസം അവിടെ നിൽക്കാൻ പോയത്. വെരി ഗുഡ്. മോള് പോയില്ലേ ഇത്തവണ? ഈ പ്രാവശ്യം അന്ന് ചേച്ചിയുടെ വളകാപ്പിന് പോയതാ. അമ്മു അമ്മു ഇട്ടേക്കുന്നത് ഓബൈ ഓസിയുടെ പരസ്യമാണ്. ഓബൈ ഓസിയുടെ മാല, ഓബൈ ഓസിയുടെ കമ്മൽ. ആക്ച്വലി കൊള്ളാം. അമ്മ വള എന്ത് പറ്റിയിടാൻ മറന്നുപോയാ? ഞാൻ 2 വള വരട്ടെ? വേണ്ട, വള വേണ്ട. ഇങ്ങനെ പൊങ്ങി വരും. ഹൻസ് ഇട്ടേക്കുന്ന ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. പക്ഷെ റീൽ എടുക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് ഒന്ന് എണീറ്റ്, അതുകൊണ്ട് ഇന്ന് അതായിട്ടിട്ട് വന്നത്. ഹൻസ് ഇട്ടേക്കണ ജിമിക്കി. ആരുടെ ജിമിക്കിയാ? ഇത് ഇഷാനി. ഓസി. ഒരു ഓസി. ഇത് എൻ്റെ. നാളെ ഞാനത്. ട്രാവലിംഗ് ക്ലബിലാണ്. എക്സ്ട്രീംലി റെയിനി ഡേ. That's my Hansi baby wearing a sada simple cotton half saree and looking very pretty. നല്ല മഴയാണ്, പക്ഷെ എന്നാലും ഇറ്റ്സ് നൈസ്. നമ്മൾ മഴ പെയ്തു എന്ന് വെച്ചാൽ ഡെസ്പായാൽ ശരിയാവത്തില്ല. കുടയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. ഇപ്പോൾ ഇവിടെ ഓസി ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ട്രാവലിംഗ് ക്ലബിൽ ഇവിടെ റൂം എടുത്തേക്കുക ഡ്രസ്സ് ചെയ്യാൻ, മേക്കപ്പ് ഇടാനൊക്കെ. ഫങ്ഷൻ നടക്കുന്ന അപ്പുറത്താണ്, അവിടെയാണ്. അവിടെ ഡെക്കറേഷനൊക്കെ എന്തായാലും ഉണ്ടോ. നമ്മുടെ ഡ്രൈവർ സിനിയൊക്കെ വിളിക്കാൻ പോയിരിക്കുക. ബായ്, അടുത്ത പ്രാവശ്യം കാണാം. അടുത്ത പ്രാവശ്യം. ദൈവം പൂ വയ്ക്കുന്നില്ലേ? ദൈവന്റെ മുടി നന്നായിരിക്കുന്നു കേട്ടോ. ഫോട്ടോ എടുത്താൽ എൻ്റെ സാരിക്ക് സെയിം ഷെയ്ഡ്. സെയിം എക്സാക്ട് ഷെയ്ഡ്. വെളിച്ചമുണ്ടോ അവിടെ? ഓസിയുടെ ഉദയശാന്തി പൂജയിലേക്ക് സ്വാഗതം. സോ ഓസി
അവിടെ റെഡിയായി നിൽക്കുവാണ്. ഉടനെ തന്നെ അമ്മയാവാൻ പോകുന്ന ഉസ്സീനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഒരു ഉസ്സി. गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रतिष्ठाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि പാടണം സീതാരാമ കല്യാണം പാടാം ഗോവിന്ദായ നമഃ ആര്യനവാച മനസാ ഇന്ദ്രിയേർവാ ബുദ്ധ്യാ ആത്മനാ വാ ബുദ്ധിദേഹേ സ്വഭാവാദേ കരോമീതേ സകലം പരസ്മൈ ശ്രീമന്നാരായണായ ഇതി സമർപ്പയാമി ആവാഭ്യാം അനുഷ്ഠിതം ഇദം ഉദകശാന്യാദി കർമ്മ സർവം കർമ്മ ഇടത്തോട്ട് വെച്ച് എല്ലാവരും ക്യാമറ എല്ലാവരും ക്യാമറ നല്ല സ്മൈൽ
ഫങ്ഷനൊക്കെ വളരെ നന്നായിട്ട് പോയി. ഇറ്റ് ഈസ് എ വെരി പീസ്ഫുൾ ആൻഡ് വെരി നൈസ് ഫങ്ഷൻ. ഭക്ഷണം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഭക്ഷണം. ആനന്ദം കേറ്ററിങ്ങിൻ്റെ ആയിരുന്നു. രാജി ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക് യു. ഞാനിങ്ങനെ ഓരോ ദിവസം വിളിച്ചിട്ട് ചേച്ചി അതാക്കാവോ ഇതാക്കാവോ, അത് മോൾക്ക് അതിഷ്ടമല്ല, നമുക്ക് ഇതാക്കിയാലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേച്ചി എനിക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു സംഭവം സെറ്റ് ചെയ്ത് തരണം. ചേച്ചി നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അയച്ചതെല്ലാം പൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി കംഫർട്ടബിൾ. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിന് അതേ ടേസ്റ്റായിരുന്നു. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. നാളെയാണ് ഇനി സദ്യ. ഇവരുടെ സദ്യ രക്ഷയില്ലാത്തൊരു സദ്യയാണ്. അപ്പോൾ താങ്ക് യു രാജ് ചേച്ചി ആൻഡ് ആനന്ദം ആൻഡ് നല്ല ഡെക്കോർ ആൻഡ് എവറിത്തിങ് ഇസ് റിയലി നൈസ്. ചെറിയൊരു ക്രൗഡായിരുന്നു. ഒരു 75 പേരിനകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഓരോ റിലേറ്റീവ്സ് 2 സൈഡിൽ നിന്ന് ഒരു 15 പേര്, പിന്നെ ക്ലോസ് ഫ്യൂ ഫ്രണ്ട്സ്, പിന്നെ ബാക്കി കൂടുതലും നമ്മുടെ മേക്കപ്പ് ടീമും ക്യാമറ ടീമും ബാക്കി അതുപോലെ നമ്മുടെ സ്റ്റാഫും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇറ്റ് ഈസ് വെരി നൈസ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നുള്ള പോലത്തെ ഒരു ക്രൗഡ്. ഇറ്റ് ഈസ് എ നല്ല ഫങ്ഷൻ. എൻജോയ് ദ ഫങ്ഷൻ. എൻ്റെ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയും. ഞാൻ സിൽക്കി വെയ്യുന്ന ഒരു 2 years മുമ്പ് വാങ്ങിയ സാരിയാണ്. ആൻഡ് ഈ ബ്ലൗസ് പീസ് ഞാൻ ഈ അടുത്ത് പോത്തീസിൽ പോയി മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ ഇതിന് മാച്ച് ആവാൻ വേണ്ടി ഒരു ചുമന്ന കളർ ബോർഡറൊക്കെ വെച്ചാൽ തച്ചേ. കൊള്ളാവോ? ഞാനിട്ടിങ്ങനെ എൻ്റെ സ്വന്തം എല്ലാവരും ചോദിച്ചു ഓബയോസിയാണോ ഓബയോസിയാണോ. ഞാൻ പറഞ്ഞു ഓബയോസിയല്ല, ഇതെൻ്റെ സ്വന്തം മാലയാണ്. അമ്മ ഇട്ടേക്കുന്ന മാലയാണ് ഓബയോസി. പക്ഷെ അതും അടിപൊളിയായിരുന്നു കേട്ടോ. അശ്വിൻ വിശന്ന് മരിച്ചിരിക്കുക. ഓസിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പൂജ നടന്നുകൊണ്ടിരിക്കുക. അശ്വിന് ഫുഡ് കഴിച്ചുകൂടാ, പക്ഷെ എനിക്ക് കഴിക്കാം. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ വന്നു. അയാൾ പാവം അവിടെ പെട്ടിരിക്കുകയാണ്. ഓസിക്ക് എന്ത് വേണം? ചപ്പാത്തിയോ? ചപ്പാത്തിയോ? അതെ വെജിറ്റബിൾ ആണ് കേട്ടോ. പ്യുവർ വെജാണ് ഇവിടെ എല്ലാവരും. ഒരു പരിപ്പോടെയും കൂടെ എടുക്കാം. കഴിക്കാൻ വന്ന പണി ഞാൻ മരിച്ചു പോയി. എൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്ന പൂജാരി എന്നെ പറഞ്ഞു അങ്ങനെ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഫോട്ടോസിനെ കണ്ടു. ഞാൻ ഫോട്ടോസ് കണ്ടു. അതെ, ഞാൻ കണ്ടു. ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ്. ഇതിന്റെ ഒരു ഫോട്ടോ ഇട്ടാൽ മതി. ഓസിന്ന് സെയിൽസ് ആവും. ആക്ച്വലി ഐ ഹാവ് ടേക്കൺ ഫോട്ടോ ടുഡേ ടു ലുക്ക് ഫോർ ഹർ. മോർണിംഗ്. ഇന്ന് ഓസിയുടെ 2nd ഡേ ഫങ്ഷനാണ്. ഞാനിട്ടേക്കണ എനിക്ക് വേദിക്ക് തന്നെ ഉള്ളൊരു സാരിയാണ്. ഒരു സാധാരണ എൻ്റെ ഒരു ഞാൻ സാധാരണ ചൂസ് ചെയ്യുന്ന ഒരു ടൈപ്പിലുള്ള സാരിയല്ല. പക്ഷേ എനിക്ക് ഐ വോണ്ടഡ് ടു ട്രൈ സംതിങ് ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. യുനോ, ഞാൻ സ്ഥിരം എടുക്കുന്ന പോലെ അല്ലാത്ത നല്ലൊരു പൈത്താനിയുണ്ട്. ആ ടൈപ്പ് ഒരു പ്രിൻ്റാണ്. കുമാരിയും തത്തയും. ഹായ്. ചെല്ല് എല്ലാവരും അകത്തുണ്ട്.
എല്ലാവരും കൈയ്യടി. എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മുടെ മരുമകൾക്ക് മകളാണ്, അടുത്ത മകളാണ്, മൂത്ത മരുമകൾ അവിടെ ഉണ്ട്. ഇത് രണ്ടാമത് മകളാണ് നമുക്ക് മരുമകൾ. അവർക്ക് ഈ 5-ാം മാസം നമ്മൾ ചെയ്യുന്ന, അതായത് മസക്ക കറുപ്പ് എന്ന് പറയും. കറുത്ത പുടവയിട്ട് കറുത്ത വളയും കൂടെ ഇട്ടു. അത് കണ്ണുപെടാതിരിക്കുക. ഈ സമയത്തിലൊക്കെ കുറച്ച് ഭംഗിയൊക്കെ കുട്ടികൾക്ക് ഇതായിരിക്കുമല്ലോ, അതുകൊണ്ട് കണ്ണുപെടാതിരിക്കാനും വയറ്റിൽ ആ കുട്ടിക്ക് നല്ല ഒരു ദേഹരക്ഷ കിട്ടാനുമാണ് നമ്മൾ ഈ ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും വന്നതിന് വളരെ സന്തോഷമുണ്ട്.
ചെയ്യുന്നത് ഇവിടെ ഒന്ന് വിളിച്ചു. അപ്പച്ചി വരുന്ന ഡാൻസ് കളിക്കാൻ ജസ്റ്റ് 2 സ്റ്റെപ്പ് ഇത് നടക്കുന്ന പോലെ അറിയില്ല. പിന്നെ നമ്മൾ അറിഞ്ഞോണ്ടല്ലേ കളിക്കുന്നത്, നമുക്ക് പറഞ്ഞൂടാ. എന്തായാലും ഇത്രയൊക്കെ ആയി. സത്യം പറഞ്ഞു എനിക്ക് നടക്കാനേ വാർഡ് നമ്പർ
ഇവിടുത്തെ ഡ്രസ്സിങ് ഒക്കെ വളരെ സന്തോഷമാണ്. പുതിയ വറവ് കഴിഞ്ഞ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി 2-3 മാസങ്ങൾക്ക് പുതിയ വറവ് നമ്മുടെ കുടുംബത്തിൽ വരാൻ പോകുന്നു. ഇനി മേലെ അടുത്ത് ചെറിയ വേറെ വിളവാക്കുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ വയ്ക്കുന്നുണ്ട്. അതൊക്കെ ഇതുപോലെ എല്ലാവരും വന്നത് സഹകരണം ചെയ്യണമെന്ന് പറയാം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എനിക്ക് ലഞ്ച് കഴിക്കാം. എല്ലാം കൂടെ സഹിക്കാൻ പറ്റുന്ന വെയിറ്റ്, ഈ സ്ഥലം എനിക്ക് തലയുടെ മേളിൽ ആരും ഇരിക്കുന്ന പോലെ. ഒന്ന് ഫഹദായിട്ട് അഭിനയിച്ചേ. ഫഹദായിട്ട് അഭിനയിക്കേ. ഇവൻ ഇറങ്ങിയോടെ പോ. ആ ദൈവനിധി അഭിനയിക്കേ. ഞാൻ വരുവാണേ. നീ കഴിച്ചുകൊണ്ടിരിക്കണം, നല്ല സ്പീഡിൽ കഴിച്ചുകൊണ്ടിരിക്കണം. ഞാൻ വരുവാ. വെട്ടി വിഴുങ്ങണം. ഞാൻ വരുമ്പോൾ അഭിനയിക്കണം. ഓക്കെ, ഞാൻ എത്തി. പെട്ടെന്ന് കഴിയും. ഇന്നത്തെ ഫംഗ്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല പരിപാടിയായിരുന്നു. അനാമിസിങ് ഹൻസുവിനെ വിളിക്കാൻ ജോബിന് പോയി. ഇപ്പം എത്താറായി. ഹൻസു വന്നിട്ട് കഴിക്കണം. കഴിച്ചിട്ട് ഹൻസുവിന് ഓസിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് കോളേജിൽ കൊണ്ടുവിടണം. നല്ല വെരി നൈസ് ഫംഗ്ഷൻ. ഇറ്റ് വന്ന എല്ലാവരും ഇല്ലെങ്കിൽ ഇന്നത്തെ ഫംഗ്ഷൻ ആയാലും ഇറ്റ് ലൈക്ക് വളരെ കുറച്ച് ആൾക്കാർ എവറിബഡി ഫീലിംഗ് വെരി കംഫർട്ടബിൾ ആൻഡ് നൈസ്. ആൻഡ് എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നുള്ളവർ. സോ ഇറ്റ് വാസ് നൈസ്. ഇന്ന് അശ്വിൻ്റെ അമ്മയുടെ അനിയത്തിയും പറഞ്ഞിട്ട് ഒരു കോലാട്ടം എന്ന് പറഞ്ഞാൽ അവർ ഈ കമ്പ് വെച്ച് ചെയ്യുന്ന ഒരു ഡാൻസ് ഉണ്ട് ഈ അമ്പലത്തിലൊക്കെ. അപ്പോൾ അത് കമ്പില്ലാതെ കൈവച്ചിട്ട് ഉള്ളൊരു ഡാൻസ് നമ്മളെല്ലാവരും കൂടി ചുമ്മാ രസത്തിന് ചെയ്ത് നല്ല രസമായിരുന്നു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇറ്റ് ഇസ് ഫൺ. ഓസിയുടെ ഈ ഡെക്കോറൊക്കെ ചെയ്തത് ഗ്രാൻഡ് ഓയിസ്റ്റർ ഈവൻറ്റ് പ്ലാനേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഡെക്കോറൊക്കെ ചെയ്തത്. എല്ലാം നന്നായിട്ട്. ഹൻസ് കുട്ടിയുടെ ഒരു കോൾ വന്നു. ഞാൻ കോൾ എടുത്തിട്ട് ഇപ്പോൾ വരാം. പഠിപ്പിച്ചിട്ട് കുട്ടി വന്നു. ഓടി വാ, വേഗം വന്നാൽ കയറി ഫുഡ് കഴിക്കാം. കൈ കഴുകിയിട്ട് വാ. അത് പാട് ആ പാട്ട് പാട്. ഓസി പാട്. ലോളൻ വീട് എന്നെ കാണാൻ എന്തുപോലെ ഉണ്ട്. അയ്യോ അവരെടുക്കില്ല. എല്ലോളം വരെ ഇല്ല. ഓസിയുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞെത്തി. ഇറ്റ് സച്ച് എ നൈസ് പ്രോഗ്രാം. ഇനി ഞാൻ പോയി ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഹൻസുകുട്ടിയെ വിളിക്കാൻ ഇപ്പം ഞാൻ ജോബിനെ വിട്ടു. ഞാൻ കൂടെ പോകാനായിരുന്നു, പക്ഷേ ഭയങ്കര ടയേർഡ്.
ഇനിയിപ്പോൾ ദേഹമൊക്കെ കഴുകി മേക്കപ്പൊക്കെ മാറ്റി സാരിയെല്ലാം മാറ്റി. സാരിയെ കൊടുത്താൽ പിന്നെ സാരി ഒന്ന് മാറ്റുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത്. ദേഹം കഴുകുന്ന ഫ്രഷ് ആവട്ടെ. വൈകുന്നേരം സിമിയുടെ കൂടെയൊക്കെ നമ്മളിന്നൊരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. സിനിമ ഏതാണെന്നൊന്നും അറിയത്തില്ല. ഏതിനോ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ സ്ഥിരം അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറയും, സിനിമയ്ക്ക് വരുന്നുണ്ടോ, ഞാൻ നാക്കും, എനിക്കും കൂടെ ടിക്കറ്റ് എടുക്കും, നമ്മളങ്ങ് പോകും. പിന്നെ ഞാൻ ഓന്തരി ഇന്ന് നമ്മൾ ഏത് പടമാണ് കാണാൻ പോകുന്നത് എന്നൊക്കെ ആയിരിക്കും ഞാൻ പിന്നെ ചോദിക്കുന്നത്. എന്തോ ഒരു പേര് പറഞ്ഞു, പക്ഷേ ഇംഗ്ലീഷ് പേരായിരുന്നു, പക്ഷേ തമിഴ് പടമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. നോട്ട് ഷുവർ. ഓക്കെ, അപ്പോൾ വൈകിട്ടൊക്കെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. നമ്മളെല്ലാവരും കൂടെ ലുലുവിലൊരു സിനിമയ്ക്ക് വന്നു. ഇപ്പൊ ആൾക്കാർ വിചാരിക്കും ഒരാളുടെ കാലം എങ്ങനെയാ അപ്പുറത്ത് ഒരാളുടെ കാലം, രണ്ടുപേരുടെ കാലാണ്. കാണുന്നില്ല, ഈ ഡ്രസ് കവർ ചെയ്തു. യെസ്, വാട്ട് എ കോയിൻസിഡൻസ്. Oh dear, don't you want to reach home? Once you sit here, we'll make arrangements. This is Simi's birthday celebration. His birthday celebration. Happy birthday, dear. Barnya. Happy birthday to you. Thank you. Is it okay to cut cake before our birthday? It's okay. Yeah. And blow? Yeah. And made in the Hershey's. Thank you. Nadi. I'll give it to you. ഈ സെലിബ്രേഷൻ ഫോട്ടോസൊക്കെ അമ്മ കാണണം. Don't turn. കുറച്ച് ഫോട്ടോസ്. Thank you. All of you take. എല്ലാരും കുറച്ച് വെച്ചോ. ഓരോ പീസ് എടുക്കാം. ചീസ് കേക്ക്, no? I had a doubt ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ലൈറ്റ് ആയിട്ടൊന്ന് ഓർഡർ ചെയ്തു. I didn't know that you would. ഒരു സീറ്റ് അങ്ങോട്ട് അല്ല ഇവൻ അല്ല ഇവ ഇവിടെ ഇരിക്കുന്നില്ല. കോൾ Chair കൊടുറാ. എത്ര കൊടുറാ? പെട്ടെന്ന് പോയിട്ട് വാ. സീമയൊക്കെ ഇന്ന് വൈകിട്ടാണ് പോകണേ. പിന്നെ ഒരു ചെക്കൗട്ട് ആവുന്നതിന് മുമ്പ് ഞങ്ങളത് പിക്ക് ചെയ്യാൻ വന്നു. ഇപ്പോൾ ചെറുതായിട്ട് കുറച്ച് ചൈനീസ് ഫുഡൊക്കെ കഴിച്ചു. ഓസിക്ക് അതിഷ്ടമല്ലാണ്ട് ഓസി ചോറ് കഴിച്ചു. ഞങ്ങളിവിടെ അടുത്തൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊരു ഹോള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കാനായിട്ട് വന്നു. ഈ ക്രീപ്പർ ചെടികൾ ഇപ്പോൾ നന്നായിട്ട് വളരും. നമ്മൾ അന്നെന്നോ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഇത്രയും വളർന്നിട്ടില്ലായിരുന്നു. പൂക്കുന്ന ചെടിയാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? നല്ല രസമാണ്. ടാജല്ല, സോറി, അയ്യോ ഹയാത്ത്. പണ്ട് ടാജ് ആയിരുന്നില്ലേ? വായിൽ ഈ ഹോട്ടൽ ഹയാത്ത് ആണെങ്കിൽ പണ്ട് ടാജ് ആയിരുന്നുകൊണ്ട് ഇങ്ങനെ ടാജ് എന്നാണ് ഓർമ്മ വരുന്നത്, വായിൽ വരുന്നത്. നല്ല രസം അവരുടെ ഈ ഒരു സ്വിമ്മിങ് പൂൾ ഏരിയ. ഇവിടെ ഒരു നല്ല ഹാളുണ്ട്. അപ്പൂപ്പൻ പോകണം. ഡാഡി ഫോൺ എടുത്തല്ലോ. രണ്ട് വണ്ടിയിലാണ് പോകുന്നത്. ഓക്കെ, see you. ഓക്കെ, ബൈ. ഡാഡി അവരുടെയൊക്കെ കൂടെ അങ്ങ് പോയി. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, എയർപോർട്ടിൽ ഭയങ്കര തിരക്കാണ്. VIP എന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വെരി ക്രൗഡഡ്. അതുകൊണ്ട് കാർ ഞാൻ പറയും ഇവിടെ ഇടണ്ട, ഇവിടെ ഇട്ട് ആകെ കുളമാവും, പുറത്തിട്ട് പറയും. ഞാൻ നടന്നു പോകുന്നു അങ്ങോട്ട് കാറിക്കാറ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഈ ഉള്ള ബിറ്റ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ കുറേ നേരം കൊണ്ട് പറയുന്നല്ലേ നിർത്താൻ. അപ്പോൾ see you all soon in my next video. Take care. Bye.